വളരെ ഗൗരവമുള്ള നിരീക്ഷണങ്ങളും വളരെ സുപ്രധാനമായ ഒരു ഉത്തരവുമാണ് ഈ വിധിയിലൂടെ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ നൽകിയിട്ടുള്ളത്. ശ്രീ ജേക്കബ് ജോർജ്, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ നിയമസഭ വീണ്ടും ആ ബില്ലുകൾ അംഗീകരിച്ച് നൽകിയാൽ അവിടെ പിന്നെ പ്രസിഡൻറ്റിന് പോലും അയക്കാൻ കഴിയുന്ന നിലയിലേക്ക് പെരുമാറാനേ കഴിയില്ല. ഇവിടിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം തന്നെ ഗവർണറുടെ അനുമതി കിട്ടിയതായി തന്നെ കരുതി തന്നെ മുന്നോട്ട് പോകാം എന്ന നിലയിൽ അത്ര ശക്തമായിട്ടാണ്. ഒന്നാമത് ഇത് തടഞ്ഞു വെക്കാം എന്ന് പറയുന്നതിനെ വളരെ അനിയന്ത്രിതമായി വർഷങ്ങളോളം ആ നിയമസഭാ ബില്ലുകൾ പിടിച്ചു വെക്കുന്ന ഒരു പ്രവണതയിലേക്കാണ് ഇപ്പോൾ കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ഈ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ ഒക്കെ പ്രവർത്തിച്ചത്. അങ്ങനെ കെട്ടഴിച്ചു വിട്ട വിധത്തിൽ രാഷ്ട്രീയമായ വലിയ പിന്തുണ കേന്ദ്ര സർക്കാരിൽ നിന്ന് കൊടുത്തതുകൊണ്ടും കേന്ദ്ര സർക്കാരിനോട് കൂറ് കാട്ടാനും വേണ്ടിയുള്ള വലിയ പ്രവർത്തികളാണ്, ഒരു സംസ്ഥാനത്തിനും യോജിക്കാത്ത വിധത്തിലാണ് ഈ ഗവർണർമാർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിനാണ് കൂച്ചുവിലങ്ങ് വീഴുന്നത്. വളരെ കൃത്യമായ ഡയറക്ഷൻ സുപ്രീം കോടതി കൊടുക്കുന്നു. ഇനി അനിയന്ത്രിതമായി ഇങ്ങനെ തങ്ങൾക്ക് ചില അധികാരങ്ങളുണ്ട് എന്ന് കരുതി ഈ ബില്ലുകൾ പിടിച്ചുവെക്കാൻ കഴിയില്ല. അതിന് 1 മുതൽ 3 മാസങ്ങൾക്കുള്ളിൽ കൃത്യമായി അതിൻ്റെ വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് കോടതി പറയുകയാണെന്ന്. ഇത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന് ഇങ്ങനെ ഗവർണർമാർക്കൊക്കെ പെരുമാറാൻ വലിയ സ്വാതന്ത്ര്യം കൊടുത്ത കേന്ദ്ര സർക്കാരിന് കൂടിയുള്ള ശക്തമായ തിരിച്ചടിയാണോ ഈ വിധി? അല്ല, BJP രാഷ്ട്രീയമായിട്ട് തന്നെ അങ്ങനെ ഗവർണർമാർക്കൊരു സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് തന്നെയാണ് BJP പ്രതിനിധി ബഹുമാനപ്പെട്ട പ്രിൻറ്റുവിൻ്റെ ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. തീർച്ചയായിട്ടും നമ്മളൊക്കെ പത്രത്തിൽ വായിക്കുന്നതാണ് തമിഴ്നാട്ടിലെ കാര്യങ്ങൾ. അവിടെ ഗവർണർ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ, കേരളത്തിൽ മുമ്പിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ വിരകുമായിരുന്നു, സർവകലാശാലകളൊക്കെ എടുത്ത് അമ്മാനമാടുകയായിരുന്നു. അത് എന്ത് പറഞ്ഞിട്ട് പ്രിയ വർഗീസിൻ്റെ കാര്യം ഇവിടെ കാണിക്കപ്പെട്ടു. പ്രിയ വർഗീസിൻ്റെ ക്വാളിഫിക്കേഷൻസ് ചോദ്യം ചെയ്യാൻ ഗവർണർ അല്ലല്ലോ. ഗവർണർക്ക് തന്നെ രീതിയില്ല, ഗവർണർക്ക് തന്നെ മെഷീനറി ഇല്ല. ഇവിടെ ചില സംഘടനകൾ ഈ കേരളത്തിലെ വിദ്യാഭ്യാസം മുഴുക്കുകയും സംരക്ഷിക്കുന്നത് ഞങ്ങളാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ചില സംഘടനകളാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അവരൊക്കെ കൂടി ഒരു കടലാസ് കൊണ്ടുവന്ന് ഗവർണർക്ക് കൊടുക്കും. ഗവർണർ അതിന്മേൽ ഉടനെ ആക്ഷൻ എടുക്കുന്നു, നടപടി എടുക്കുന്നു, പ്രസ്താവന ഇറക്കുന്നു, പത്രക്കാരെ കാണുന്നു, കാര്യങ്ങൾ പറയുന്നു. ശരിക്കും ഇത് ഗവർണർക്ക് ഇങ്ങനെ ഒരധികാരം കൽപ്പിച്ച് നൽകിയിട്ടില്ല. അങ്ങനൊരു അധികാരം ഭരണഘടന നൽകിയിട്ടില്ല എന്ന് വ്യക്തമായിട്ട് ആവർത്തിച്ച് പറയുകയാണ് ഇന്ന് സുപ്രീം കോടതി. പിന്നെ ബഹുമാനപ്പെട്ട പ്രിൻ്റ് പറയുന്നു ഇതിന് അപ്പീലുണ്ടെന്ന്. സുപ്രീം കോടതി പറഞ്ഞാൽ അത് നിയമമാണ്. ഫുൾ ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ബെഞ്ച്, അതിലേക്കൊക്കെ പോകാം. എന്നാലും സുപ്രീം കോടതി പറഞ്ഞാൽ അത് നിയമമാണ്. അതാണതിൻ്റെ അന്തസത്ത വ്യക്തമാക്കുന്ന കാര്യം. തീർച്ചയായിട്ടും ഇത് അടിവരയിടുന്ന സുപ്രീം കോടതി വിധി അടിവരയിടുന്ന കാര്യം, ജനാധിപത്യത്തിൽ ആത്യന്തികമായി ഭരണം നടത്തുന്നവർക്ക് മാൻഡേറ്റ് നൽകുന്നത് ജനങ്ങളാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ, അവരുടെ മന്ത്രിമാർ, അവരുടെ മുഖ്യമന്ത്രി, അവർക്കാണ് ഭരണം നടത്താനുള്ള മാൻഡേറ്റ്. അവർക്കാണ് ഭരണം നടത്താനുള്ള അവകാശം, അധികാരം ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. അത് ഗവർണർക്കല്ല. ഗവർണർ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നില്ല. ഗവർണർ ഒരു ജനപ്രതിനിധിയല്ല. അതാണ് നമ്മുടെ ഈ ചില സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ മറന്നു പോകുന്നത്. തീർച്ചയായിട്ടും അത് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. KJ ജേക്കബ് സൂചിപ്പിച്ചതുപോലെ ഇത് ഭരണഘടനയുടെ ഒരു വലിയ വിജയത്തിൻ്റെ ദിവസം കൂടിയാണ്. അങ്ങനെ വേണം നമ്മുടെ കാലം അതിനെ അടയാളപ്പെടുത്താൻ എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ.